ട്രാവൽ ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇടാത്തത്, എവിടെയും യാത്ര പോയില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഈ കാണുന്നത് ശാന്തിഗിരി ആശ്രമമാണ്. മനസ്സ് ഒരിത്തിരി അശാന്തമായി എന്ന് തോന്നിയപ്പോൾ, യാത്രകൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുക. ഒരിത്തിരി അശാന്തമായി എന്ന് തോന്നിയപ്പോൾ കയറി വണ്ടിയിലിരുന്ന് ഒരൊറ്റ പോക്കാ. ചെന്നെത്തിയത് സിംഹമടയിൽ നിന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ചെന്നെത്തിയത് ശാന്തിഗിരി ആശ്രമം, പോത്തങ്കോട്. അവിടേക്കാണ് ഞാൻ എത്തിയത്, തിരുവനന്തപുരത്ത് ശാന്തിഗിരി ആശ്രമത്തിൽ. ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കട്ടെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തരണം. നിങ്ങളൊക്കെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുന്നത് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അവിടെ ചെരുപ്പ് വെക്കേണ്ട സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത ശേഷം ചെരുപ്പ് അവിടെ വെക്കണം. ചെരുപ്പ് വെച്ച് കഴിഞ്ഞ് ചെരുപ്പൊക്കെ അവിടെ വെച്ച് ഗേറ്റിനകത്തൂടെ കയറണം. കയറി ഇതുവഴിയാണ് അകത്തേക്ക് കയറേണ്ടത്. കയറി നേരെ അവരുടെ ഒരു ഓഫീസിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ അവിടെ റിസപ്ഷനിൽ അവരുടെ സ്റ്റാഫ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് സഹായത്തിന് സ്റ്റാഫിൽ ഒരാൾ വരും കൂടെ. സഹായത്തിനെന്ന് വെച്ചാൽ ചുറ്റും നടന്ന് ഇതൊക്കെ കാണിച്ചു തരാനും ഗുരുവിനെ കുറിച്ച് പറഞ്ഞു തരാനും ഒക്കെയാണ് വരുന്നത്. ഈ കാണുന്നതൊക്കെ അവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദൈവം ഒരാൾക്ക് ഒരു പ്രത്യേക ഇതിൽ പെടുന്നതല്ല എന്നൊക്കെയുള്ള വാചകങ്ങളാണ് അവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് ഞാനിത് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണിച്ചു തരുന്നത്. അങ്ങനെ ഈ ചുമരിൻ്റെ മുകളിൽ നിറയെ അങ്ങനെയുള്ള വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഓഫീസിലേക്ക് കയറുമ്പോൾ കാണുന്ന ഭാഗമാണ്. ഒരു നെറ്റിപ്പട്ടമുണ്ട്, ഒരു വിളക്കുണ്ട്, ആനയുടെ ഒരു വെള്ള ആനയുടെ ഒരു രൂപമുണ്ട്. നടുവിൽ ഈ കാണുന്നത് നല്ല മരത്തടിയിൽ കൊത്തിയെടുത്ത ഒരു തോണിയാണ്. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. വെറുതെ ഒരു ഭംഗിക്ക് ഒരു ക്രാഫ്റ്റ് വർക്ക് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. തിരിച്ചു വരുമ്പോൾ അവിടെ കയറി നമ്മൾ പുസ്തകമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ അവിടെ വന്നവരെല്ലാം വെള്ള വസ്ത്രം ധരിച്ചിട്ടായിരുന്നു വന്നത്. ഇത് ഞാൻ സത്യത്തിൽ പറയാലോ, ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഒരു താമരയുടെ രൂപത്തിലൊരു ആശ്രമം ഉണ്ടെന്നും ശാന്തിഗിരി എന്നാണ് ആശ്രമത്തിൻ്റെ പേരെന്നും അറിയാമെങ്കിലും ഞാൻ ഇതുവരെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വേഷത്തിലായിരുന്നില്ല പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അകത്ത് ചുരിദാറൊന്നും, പാൻറ്റും ചുരിദാറൊന്നും ഇട്ടിട്ട് അതിനകത്ത് ഗുരുവിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. കാരണം ആ വേഷത്തിൽ അതിനകത്തേക്കൊന്നും പ്രവേശനം ഇല്ലായിരുന്നു. അതറിഞ്ഞില്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും അവിടെ വളരെ ശാന്തമായ, നിശബ്ദമായ, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു. നമുക്ക് മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പരിഹാരമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു സ്ഥലത്ത്, ഒരു ആശ്രമത്തിൽ വന്ന് അവിടുത്തെ അന്തരീക്ഷത്തിൽ ഒന്ന് ഇരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തി കിട്ടും. അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിലാക്സേഷൻ, ഒരു സുഖമാണ് അല്ലേ. ഈ കാണുന്നത് ഗുരുവിൻ്റെ ആദ്യത്തെ വർണ്ണാശ്രമമായിരുന്നു. ഇതായിരുന്നു, ഈ ഓലക്കുടിലായിരുന്നു ഗുരുവിൻ്റെ ഫസ്റ്റ് ആശ്രമം. അതിൻ്റെ ഒരു മോഡലാണ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പ്രവേശനം ഈ ഓഫീസിൽ നിന്ന് ആ സ്റ്റാഫ് ഞങ്ങളെയും കൂട്ടി അകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ എല്ലാം പറഞ്ഞ് കാണിച്ച് എല്ലാം വിശദമായിട്ട്, നല്ല സ്റ്റാഫായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു വിശദമായിട്ട്. ഇതാണ് എന്നെ ആകർഷിച്ചൊരു കാര്യം, ഒരു താമരയുടെ രൂപത്തിലുള്ള ഈ ആശ്രമം. പലപ്പോഴും ഞാൻ പലയിടത്തും ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഇതൊന്ന് കാണാൻ എനിക്ക് അവസരം കിട്ടിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് 22 കിലോമീറ്റർ അകലെ പോത്തങ്കോടാണ് ഇത് കേട്ടോ. 1969 നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ് ഈ ശാന്തിഗിരി ആശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിന് മുന്നിലുള്ള പർണശാലയുടെ നിർമ്മാണം ആരംഭിച്ചത് 2001 സെപ്റ്റംബറിലാണ്. ഇത് വെള്ളത്താമരയുടെ ആകൃതിയിലാണ് നിൽക്കുന്നത്. 91 അടി ഉയരവും 84 അടി ചുറ്റളവുമുള്ള വെണ്ണക്കൽ മന്ദിരമാണ്. പൂർണ്ണമായ വിടർന്ന താമരയുടെ രൂപത്തിലാണ് ഈ രൂപം ഉള്ളത്.
അതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം മാത്തമാറ്റിക്സും സയൻസും ഒക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. മുകളിലേക്ക് 12 ഇതൾ ഉണ്ട് താമരയ്ക്ക്, താഴേക്ക് 9 ഇതളും. പിന്നെ മുകളിലേക്കുള്ള ഇതളിന് 41 അടി ഉയരവും താഴേക്കുള്ള ഇതളിന് 31 അടി ഉയരവുമാണ്. താമര വിരിഞ്ഞു വരുന്നത് പർണശാലയ്ക്കുള്ളിൽ ഗുരുവിൻ്റെ സമാധിയുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്തേക്കൊന്നും വീഡിയോ എടുക്കാൻ അനുവാദമില്ല. തനി തങ്കത്തിലാണ് ഗുരുവിൻ്റെ രൂപം അവിടെയുള്ളത്, സമാധിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ താമര വിരിഞ്ഞ് വരുന്നത് ഈ പർണശാലക്കുള്ളിൽ ഗുരുവിൻ്റെ സമാധി ഉള്ള സ്ഥലത്ത് തടി കൊണ്ട്, അതായത് മരം കൊണ്ട് താമരമുട്ടിൻ്റെ രൂപത്തിൽ താമരമുട്ടിൻ്റെ രൂപത്തിൽ ഒരു ശരകുടം നിർമ്മിച്ചിട്ടുണ്ട് ഗുരുവിൻ്റെ സമാധിക്ക്. അവിടെ 27 അടി ഉയരവും 21 അടി വ്യാസവുമുള്ള ആ ശരകുടത്തിൻ്റെ ഉൾവശത്ത് പിത്തള പതിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിൽ 10 പടികൾക്ക് മുകളിലായിട്ടാണ് സ്വർണ്ണ നിർമ്മിത, അതായത് തനി തങ്കത്തിൽ, ഒരു തരി പോലും മറ്റൊരു ലോഹം ചേർക്കാതെ തനി തങ്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് പുറത്തു നിന്ന്, ദൂരെ നിന്ന് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേഷം അത്ര ഉചിതമല്ലാത്തതുകൊണ്ട് അതിനകത്തേക്ക് പ്രവേശനമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് കാണാനേ എനിക്ക് സാധിച്ചുള്ളൂ. അല്ലെങ്കിലും അവിടെ വീഡിയോ അതിനകത്തേക്ക് അനുവദിക്കുന്നതും ആയിരുന്നില്ല. അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ മാത്രമേ വീഡിയോ പിടിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. താജ്മഹലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ലോകപ്രശസ്തമായ മക്രാന മാർബിൾ, അതുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു മാർബിളാണത്, മക്രാന മാർബിൾ. 21 തൂണുകൾ കൊണ്ടാണ് ഇത് താങ്ങി നിർത്തിയിട്ടുള്ളത്. ഈ താമരയുടെ രൂപം 12 രാശി വിഭജനങ്ങളെ സൂചിപ്പിക്കുന്ന 12 ദളങ്ങളാണ് ഏറ്റവും മുകളിലത്തെ പാളിയിൽ കാണുന്നത്. അത് 12 രാശിയാണ്. പിന്നെ 9 ദളങ്ങൾ 9 ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് താഴോട്ടുള്ളത്. താഴത്തെ പാളിയിൽ വിരിഞ്ഞ് വരുന്നതാണ് ഈ 9 ഗ്രഹങ്ങൾ. അത് ഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്, ആ 9 ഇതളുകൾ. ഇതുപോലെ 9 അകവും 12 പുറം തൂണുകളും ഉണ്ട് ഈ ആശ്രമത്തിൽ. അകത്തെയും പുറത്തെയും തൂണുകൾക്കിടയിൽ ഭക്തർക്ക് സഞ്ചരിക്കാനുള്ള വഴികളുണ്ട്. നല്ല മാർബിൾ പാകിയ വഴികളാണ്. വളരെ സമാധാനവും ശാന്തിയും നല്ലൊരു കൂളിംഗ് എല്ലാം ഉള്ളൊരു ആശ്രമമാണ്. അതിൻ്റെ ഹൃദയഭാഗത്ത് താമരമുട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ക്യൂബിക്കിളുണ്ട്. അത് തേക്ക് തടിയിൽ കൊത്തിയെടുത്തതാണ്. അകത്തെ ചുവരുകളെല്ലാം പിച്ചള തകിടിൽ പൊതിഞ്ഞതുമാണ്. ഈ തടി ശ്രീകോവിലിനുള്ളിൽ മാർബിൾ പേടകത്തിലാണ്. ഈ തടി കൊണ്ട് നിർമ്മിച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരകുടം, അതിനകത്ത് മാർബിളിൻ്റെ ഒരു പേടകത്തിലാണ് ഗുരുവിൻ്റെ തിരുശരീരം സ്ഥാപിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൽ കറുത്ത കരിങ്കല്ലിൽ തീർത്ത ഒരു പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ മുകളിലാണ് തനി തങ്കത്തിലുള്ള ഗുരുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു അളവും കാര്യങ്ങളും, അതിൻ്റെ ഒരു മാത്തമാറ്റിക്സും സയൻസും എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്, അന്നദാനമൊക്കെ ഉണ്ട്. പിന്നെ കരുണാകര ഗുരു, നമ്മുടെ ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 14ാമത്തെ വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ശേഷം വർക്കലയുള്ള, ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ശിവഗിരി മഠത്തിൽ, മഠവുമായി ബന്ധപ്പെട്ട ശ്രീനാരായണ ഗുരുവിടെ മഠവുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ 10-17 വർഷത്തോളം സേവനമനുഷ്ഠിച്ച ശേഷമാണ് കരുണാകര സ്വാമി എന്ന് അറിയപ്പെട്ടിരുന്ന ഗുരു 1968 പോത്തങ്കോട് സ്ഥിരതാമസാക്കുന്നത്. ഗുരുവിൻ്റെ ആദ്യത്തെ പർണശാല, ആദ്യത്തെ ആശ്രമത്തിൻ്റെ അതിൻ്റെ ഒരു രൂപമാണ് ഞാൻ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. 4 മരച്ചീനി തണ്ടുകളിൽ താങ്ങി നിർത്തിയ ഓലമേഞ്ഞ മേൽക്കൂരയായിരുന്നു ആദ്യം. അതാണ് ഇത്രയും വലിയ ഒരു താമരയുടെ രൂപത്തിൽ എല്ലാ രാശിചക്രങ്ങളും സങ്കല്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയ സൗധമായി തീർന്നത്. ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിച്ചതും അവസാനിച്ചതും ഒക്കെ ഈ പോത്തങ്കോടുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഈ ശാന്തതയിലാണ് കേട്ടോ. ഇവിടെ വന്ന് പ്രക്ഷുബ്ധമായ മനസ്സുമായി ഇവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അറിവുകൾ, ഗുരു പകർന്നു കൊടുത്ത അറിവുകൾ ആയിരിക്കണം അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞു തന്നു. ഒരുപാട് നമ്മൾ ആരാണെന്നും നമ്മുടെ പൂർവികരാരാണെന്നും ഇനി നമ്മൾ ആരാകുമെന്നും അങ്ങനെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അന്തസത്ത, ആത്മാവ്, അതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നു.
അതൊക്കെ ഒരുപാട് പുതിയ അറിവുകളൊക്കെ ആയിരുന്നു. മനസ്സിന് ഒരുപാട് ആശ്വാസമൊക്കെ തോന്നിയ കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ, സീ യു.